എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വാവച്ചൻ അങ്ങനെ ആ വലിയ സത്യങ്ങളൊക്കെ നന്ദയോട് തുറന്നു പറയണം. വാവച്ചൻ പറഞ്ഞു, അതെ, സുജാത ആരാന്നറിയാവോ? സുജാത മഹേഷിന്റെ പെങ്ങളൊന്നുമല്ല, മഹേഷിന്റെ ഭാര്യയാണ്. ഭാര്യയെപ്പോലെ തന്നെയാന്ന് പറയണം. ഗാഥ അവരുടെ മോളുവാന്ന് പറയണം. ഇത് കേട്ടെന്ന് നന്ദ ചോദിച്ചു, ദേ വാവച്ചേട്ടാ, വെറുതെ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എന്ന് പറയണം. സത്യം മോളെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാനേ മഹേശൻ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ, അറിയാവോ? ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വള്ളി പുള്ളി വിടാതെ അറിയാന്ന് പറയണം. ഇതും പറഞ്ഞു, ഇതേ വാവച്ചേട്ടൻ ചുമ്മാ പറയുന്ന കേട്ടോ നന്ദ, നീ ഇതൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറയണം. അതെന്താ ഇതിനെ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇതിനെ കള്ളം പറയണേ? അതും ഒരാളെ കുറിച്ച്. ഇതും ഗാഥയുടെ അച്ഛൻ ആരാന്നൊക്കെ എനിക്ക് കള്ളം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയണം. നന്ദ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ് സത്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇതിപ്പോൾ വാവച്ചൻ അറിയില്ലല്ലോ. വാവച്ചൻ പെട്ടു. വാവച്ചൻ പറഞ്ഞു, അതെ, നിങ്ങൾക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളുണ്ട്, അതെനിക്കെല്ലാം അറിയാമെന്ന് പറയാണ്. പിന്നെ ചുമ്മാ പുള്ളു പഠിക്കില്ലേ വാവച്ചേട്ടാ, ഇത് ഞങ്ങളോട് തുറന്നു പറയാമെന്നും പറഞ്ഞിട്ട് വെറുതെ കള്ളത്തരങ്ങളൊക്കെ പറയണല്ലേ എന്ന് ചോദിക്കും. ഞാനിതിനെ കള്ളത്തരം പറയണേ? എനിക്കതിൻ്റെ ആവശ്യമില്ല. കള്ളത്തരം പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനും പോകുന്നില്ലെന്ന് പറയണം. അതൊരു വലിയ കഥയാ. പണ്ട് മഹേശൻ സാർ ഇവിടെ വില്ലേജ് ഓഫീസറായിട്ടിരുന്ന സമയത്ത് അവിടെ പാല് കൊണ്ടേ കൊടുത്തുകൊണ്ടിരുന്ന ഈ സുജാതയായിരുന്നു. അങ്ങനെ കണ്ട് കണ്ട് അവനങ്ങ് പരിചയത്തിലായി. ആ പരിചയം പിന്നീട് അങ്ങോട്ട് ഇഷ്ടത്തിലേക്ക് വഴുതി മാറുമായിരുന്നു. ആ സമയത്താണ് അവിടെ ചെമ്പുമേളിലെല്ലാം മലമ്പനി പടർന്നു പിടിച്ച് കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മഹേശ്വര സാറിനും ആ മലമ്പനി പിടിച്ചു. അങ്ങനെ പിടിച്ച് എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടന്ന സാറിനെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ചെടുത്ത സുജാതയാണ്. അപ്പോൾ സുജാതയാണ് നോക്കിയിരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവർ തമ്മിൽ ഇഷ്ടത്തിലായി. ആ ഇഷ്ടം പിന്നീട് അരുതാത്ത ബന്ധത്തിലേക്കും വളർന്നു പറയാണ്. അങ്ങനെയാണ് ഗാഥയുടെ ജന്മം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ചോദിച്ചു, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടോ എന്ന് നിൽക്കും. ശരിയാ മോളെ, ഞാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യം പറയണേന്ന് പറയാണ്. പിന്നീട് മിഥുനും നന്ദ അവിടെ നിന്നില്ല. അവർ നേരെ പോയി സുജാതയുടെ അടുത്തേക്കായിരുന്നു. നന്ദൻ നേരെ സുജാതയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല ആൻറ്റി, ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയുമെന്ന് ചോദിക്കാം. എന്തിനാ ഞാൻ മോളോട് കള്ളം പറയണേ? ആരോട് കള്ളം പറഞ്ഞാൽ മോളോട് കള്ളം പറയില്ല എന്ന് പറയണം. ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്നത് ഗാഥയുടെ അച്ഛനാണോ എന്ന് ചോദിക്കണം. ഇത് കേട്ട ഒരു നിമിഷം അന്തം വിട്ടിട്ട്, ശരിയാ മോള് പറഞ്ഞ്, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഗാഥയുടെ അച്ഛന്. മഹേശൻ എന്ന് അയാളുടെ പേരെന്ന് പറയണം. ഗാഥ ഇത്രയും കാലം നന്ദ ഇത്രയും ദിവസം അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നെങ്കിലും, പക്ഷെ സുജാത അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്നൊരു അന്താളിപ്പം ഉണ്ടാകുന്നേ. കാരണം ആ സത്യം. അപ്പം അച്ഛൻ എത്രമാത്രം ക്രൂരതയാണ് ഇവരോട് കാണിച്ചതെന്നൊക്കെ പിന്നീട് സുജാത ആ കഥയൊക്കെ പറയുമായിരുന്നു. വാവച്ചൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. പാലും കൊണ്ട് പോയ സമയത്താണ് പരിചയപ്പെട്ട് പിന്നീട് ആ പരിചയം ഇഷ്ടത്തിലേക്ക് വഴുതി മാറി. ഇഷ്ടമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിരിയാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. മലമ്പനി പിടിച്ച് പടർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചേ. പക്ഷെ ആ സമയത്താണ് ഞങ്ങൾ തമ്മിൽ ആ വല്ലാത്തൊരു ബന്ധമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. ഞാനാണ് എൻ്റെ സഹോദരൻ്റെ തണലിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മഹേശ്വരനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഈ കുഞ്ഞിനെ വളർത്ത ഒരു താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. കല്യാണം കഴിച്ച കാര്യമൊന്നും ഞാനും അറിഞ്ഞിരുന്നില്ല. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പതുക്കെ കാലുവാരി, ഈ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് പറ്റില്ല, ഈ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞു. എനിക്കതിന് സമ്മതമല്ലായിരുന്നു. അതിൻ്റെ പേര് ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കി. എൻ്റെ ആങ്ങളെ പോയിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാനാണ് എൻ്റെ സഹോദരനെ വിലക്കിയത്. വേണ്ട, അങ്ങോട്ട് പോയൊന്നും പറയണ്ട, ഞാനിങ്ങനെ ജീവിച്ചോളാം എന്നൊക്കെ പറയുക ചെയ്തേ. അങ്ങനെ നാട്ടുകാരുടെ മൊത്തം മുന്നിൽ ഞാൻ നാണം കെട്ട് തല താഴ്ത്തി അപമാനഭാരവും പേറിയാണ് ഞാൻ ജീവിച്ചത്, അറിയാവോ? അപ്പനില്ലാത്തൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഗാഥയ്ക്ക് അച്ഛനുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴും വിധവയെ പോലെ കഴിയുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയണം. അല്ല, അച്ഛൻ ഇങ്ങോട്ട് വരാറില്ല എന്നൊക്കെ ചോദിക്കണം. വരാറുണ്ട്, പക്ഷേങ്കിൽ മോളെ കാണാനാ 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കും, വന്നിട്ട് പോകും. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധങ്ങളും ഇല്ല. അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അദ്ദേഹം എന്ന് പറയുകയാണ്. ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് മോളോട് ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോ എനിക്ക് മോളോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയണം തോന്നി. ഇപ്പോഴും ഞാൻ നാട്ടുകാരുടെ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ചാൽ ജീവിക്കുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദുഷ്കരമാണെന്നറിയാവോ? അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ആ വേദന നമ്മൾ തന്നെ മനസ്സിലാക്കണമെന്ന് പറയണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചി എന്തുകൊണ്ടാണ് പിന്നെ സഹോദരനെ തടഞ്ഞത്? അവിടെ പോയി കാര്യങ്ങളൊക്കെ പറയാൻ മേലായിരുന്നു ചോദിക്കണം. പറയണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പം ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അദ്ദേഹത്തിന് ജീവൻ നശിച്ചു കാണാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ
പണിക്ക് പോകട്ടെ, അദ്ദേഹം ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതി. അതാന്ന് പറയണേ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരിക്കലും തകർക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാം. നന്ദയ്ക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് സങ്കടമായി. ആ സമയത്ത് ഗാഥ അങ്ങോട്ട് വരുന്നേ. ഗാഥനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ചേർത്ത് പിടിക്കണം. വിഷമിക്കണ്ട കേട്ടോ, മോളുടെ ഒപ്പം എല്ലാത്തിനും ഞാനുണ്ടാവും. എന്നെ ഒരു ചേച്ചിയെ പോലെ കണ്ടാൽ മതി. എന്ത് വിഷമങ്ങളുണ്ട് എന്നോട് തുറന്നു പറയാം. ഇനി ഏതാവശ്യത്തിനും ഞാനിവിടെ ഓടി എത്തിക്കോളാന്ന് ആ ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് നന്ദ അവിടെ നിന്ന് ഇറങ്ങണത്. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നീട് മിഥുനോട് കാര്യങ്ങളൊക്കെ പറയാണ്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. മിഥുനും പറഞ്ഞു, എന്നാലും ഇത്രയും വലിയ ചതി നിന്റെ അച്ഛൻ ചെയ്യുമായിരുന്നോ? അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലോ എന്ന് പറയാണ്. പിന്നീട് നന്ദ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗൗതം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആരെയോ ഫോൺ ചെയ്ത് വെക്കുമായിരുന്നു. ആണോ, ശരി ശരി, ഞാൻ അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ പറയണം. നന്ദ ഇന്നിപ്പോൾ നന്ദയോട് ചോദിച്ചു, അല്ല നന്ദ സ്റ്റഡി ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. സ്റ്റഡി ടൂറിന് തന്നെയാണ് നീ പോയെന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം നന്ദയിലൊരു പതർച്ചയുണ്ടായി. അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല സ്റ്റഡി ടൂറാന്ന് പറഞ്ഞല്ലോ, എങ്ങോട്ടാ നീ സ്റ്റഡി ടൂർ പോയെന്ന് ചോദിക്കുകയാണ്. നന്ദ കിടന്ന് പതറുവാണ്. എന്താ മറുപടി പറയണേന്ന് അറിയത്തില്ല. അല്ല അത് പിന്നെ ഇച്ചിരി ഒരു ഹില്ലി ഏരിയയിലേക്കാണോ പോയത്, ഇച്ചിരി ഹൈ റേഞ്ച് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക്. അല്ല തന്നെയാണോ പോയത്? അതിനിപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നേക്കും. അത് പിന്നെ സാറ് കുറച്ച് പേരുണ്ടായിരുന്നു പറയണം. അല്ല നിങ്ങൾ ഏത് വാഹനത്തിലാണ് പോയത്? ശരിക്കും ഒരു പോലീസ് മുറയെ തന്നെയാണ് നന്ദേനെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വാഹനത്തിലാണ് പോയെന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേന് ഓ ഇപ്പോൾ വാഹനം പറയാനില്ലായിരിക്കും അല്ലേ, സീനിയേഴ്സിന് ബൈക്കിൻ്റെ പുറയിലാണോ സ്റ്റഡി ടൂർ പോണേന്ന് ചോദിക്കുകയാണ്. നന്ദയ്ക്കൊരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നതാണ് നന്ദ, ഞാനൊരു പോലീസ് ഓഫീസറാണ്. ആ എന്നെ പറ്റിക്കാൻ നീ കരുതിയോ? ഈ IPS കാരനാണോ നിൻ്റെ ഈ തരികട പരിപാടിയൊക്കെ? പിന്നെ നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നെന്നോർത്തോണ്ട് അത് എന്തിനെ എങ്ങനെ വളച്ചൊടിച്ച് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട്, അതായത് എന്നെ പറ്റിച്ചിട്ട് പോകാമെന്നൊരു വിചാരം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചിരുന്നേ. ദുർവിനിയോഗം ചെയ്യാനല്ല നിനക്ക് ഞാനിങ്ങനെ നിന്നെ സ്വാതന്ത്ര്യം നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ എന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന വിശ്വാസം കൊണ്ടാ. പക്ഷെ നീ ഇപ്പം എന്താ കാണിക്കണേ? എന്നോടൊരു വാക്ക് പോലും പറയാതല്ലേ നീ നിന്റെ തോന്നിയാസം പോയെന്ന് ചോദിക്കണം. എന്നോട് ക്ഷമിക്കും സാറ്, ഞാൻ എൻ്റെ അറിവില്ലായ്മയെന്ന് പറയാൻ പറ്റില്ല. സാറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്നറിയാം എന്നെ വിടാനായിട്ട്. അതുകൊണ്ടാണ് സാറിനോട് കള്ളത്തരം പറഞ്ഞു പോയതെന്ന് പറയണം. എന്താ നീ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് ഇതിനോട് സത്യം തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? സാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ മിഥുൻ്റെ ബൈക്കിൽ പോയത് ഞാൻ ചെമ്പമ്മേട്ടിലേക്കാന്ന് പറയണം. ചെമ്പമ്മേട്ടിലേക്ക് അതെന്തിനാ അങ്ങോട്ട് പോയത്? സാർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാറിനറിയാവോ, എസ്റ്റേറ്റ് കാണാൻ പോയ സമയത്ത് പിന്നീട് ഗാഥയെക്കുറിച്ച് പറയണം. ഗാഥ പോകുന്ന സമയത്ത് ഗാഥയുടെ കയ്യിൽ ബാലാജി കയറി പിടിച്ചതും പിന്നീട് താൻ തടഞ്ഞതും അവിടെ അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് തിരിച്ചു വരുമ്പോഴുള്ള A to Z കാര്യങ്ങൾ പറയണം. പക്ഷേങ്കിൽ ഗാഥ അനീതിയാന്നുള്ള കാര്യം, അതായത് സുജാതയുടെ കാര്യം, അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഗാഥനെക്കുറിച്ചൊക്കെയോ പറഞ്ഞുള്ളൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതത്തിനോട് പറഞ്ഞു, അതെ ഗൗതം സാർ, അവളെ രക്ഷിക്കണം. ഒരു പെൺകുട്ടിയല്ലേ, അവൾക്ക് സാക്ഷിമൊഴി കൊടുക്കണം. പക്ഷെ ആ ബാലാജി സമ്മതിക്കില്ല. എങ്ങനെ അവളെ രക്ഷിച്ചാൽ മതി അവളെന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഗൗതം പറഞ്ഞു, ഞാനൊരു കാര്യം ഫ്രീ ആയിട്ടൊരു ഉപദേശം നിനക്ക് തരാം. നീ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നുണ്ടല്ലോ, അതൊട്ട് ശരിയല്ല നന്ദ. നീ സ്വന്തമായിട്ട് കൈയടി മേടിക്കാനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അറിയാലോ, നിനക്ക് ഒരു വിചാരമുണ്ട് ഞാൻ വിചാരിച്ച എല്ലാം നടക്കുമെന്ന്, ഈ ലോകം അങ്ങോട്ട് കീഴ്മയം അറിയിക്കാന്ന്. അതൊക്കെ വെറും നിന്റെ തോന്നൽ മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങുമ്പം അതിന് ആരുടെയും സപ്പോർട്ട് കൂടിയേ തരൂ. അല്ലെങ്കിൽ പിന്നെ എന്നോടെങ്കിലും നിനക്ക് തുറന്നു പറയാമായിരുന്നല്ലോ, ഞാനൊരു IPS കാരനല്ലേന്ന് ചോദിക്കും. അത് സാറ് ഞാൻ കൂടുതലൊന്നും പറയണ്ട, പിന്നെ ഞാനൊന്ന് നോക്കട്ടെ, എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ രക്ഷിച്ചാൽ മതി അവൾ സാറെന്ന് പറയണം. നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗതം അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നന്ദ പറഞ്ഞു, അത് നിങ്ങളുടെ സ്വന്തം അനീതിയാണ് ഗൗതം സാറ്, നിങ്ങൾ ഇനി അത് എപ്പോഴെങ്കിലും ഇത് അറിയും. അനീതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നിങ്ങൾ ഈ പോരാടാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത്. അതൊക്കെ നന്ദ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഗാഥനെ രക്ഷിച്ചേ പറ്റുള്ളൂ. ഗൗതം സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ രക്ഷിക്കുമായിരിക്കും. ആ ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. സ്വന്തം ചോരയെ രക്ഷിക്കുന്നതെന്ന് ഒരു പക്ഷേ ഗൗതം സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഗൗതം സാറിൻ്റെ പ്രതികരണം? അതൊക്കെ ചിന്തിക്കാൻ പോലും നന്ദയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.